അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ റഷ്യ അംഗീകരിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ചർച്ചകളൊക്കെ നടത്തുന്നു. എന്താണ് വിശദാംശങ്ങൾ? അതായത് അഫ്ഗാനിസ്ഥാനെ റഷ്യ അംഗീകരിച്ചു എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായിട്ട് റഷ്യ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ 2025 ഏപ്രിലിൽ ഈ താലിബാനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് റഷ്യ മാറ്റിയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ലോകരാജ്യം ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനെ ഭീകര സംഘടനയുടെ പട്ടികയിൽ നിന്ന് മാറ്റുന്നത്. നമുക്കറിയാമല്ലോ അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രം എന്താണെന്നുള്ളത്. അഫ്ഗാനിസ്ഥാൻ 1970-കളിൽ അതിനു മുമ്പ് 79-ന് മുൻപ് ഈ പറയുന്ന രാജഭരണത്തിനും അതിനുശേഷം ഒരു താൽക്കാലിക റിപ്പബ്ലിക്കിൻ്റെ കീഴിലുമൊക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത്. എല്ലാ കാലത്തും തങ്ങൾക്കൊരു നല്ല ഭരണം വരും എന്ന് കുതിച്ചിരുന്ന വളരെ സാധുക്കളായിട്ടുള്ള ഒരു മനുഷ്യരാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. അവർ ബ്രിട്ടീഷ് ഭരണകാലത്തിന് ശേഷം ഒരു മൊണാർക്കിയുടെ അണ്ടറിലായിരുന്നു. അതിനുശേഷം അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു റിപ്പബ്ലിക്കൊക്കെ രൂപീകരിക്കപ്പെടുന്നു. പക്ഷേ അതൊന്നും അധികകാലം നീണ്ടില്ല. 1979-ൽ കോൾഡ് വാറിൻ്റെ ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക എങ്ങാനും അവിടെ കടന്നു കയറുമോ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭരണത്തിൻ്റെ സ്വാധീനത്തിന് നടത്തുമോ എന്നുള്ളതിൻ്റെ ഭയം കൊണ്ട് സോവിയറ്റ് യൂണിയൻ അന്ന് അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചതിന് ശേഷം അവിടെ വലിയ രീതിയിൽ അവരെ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇസ്ലാം ഇൻ ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അമേരിക്ക അവിടെ ഇടപെടുകയാണ് ചെയ്യുന്നത്. 1979 തൊട്ട് 89 വരെയുള്ള കാലഘട്ടം, അതായത് ഡിസഗ്രിഗേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്, അതായത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്വം വരെ ആ 10 വർഷക്കാലവും അവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളും, അതായത് ഈ താലിബാൻ ഭരണകൂടങ്ങളും താലിബാൻ്റെ ആൾക്കാരും ഒക്കെ ആയിട്ട്, അന്ന് താലിബാൻ ഉണ്ടല്ലോ റിബൽ ഫോഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇസ്ലാം ഡേഞ്ചറിലാണ്, അപകടത്തിലാണ് എന്ന ഈ പറയുന്ന അമേരിക്കയുടെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ താലിബാൻ രൂപീകരിക്കുന്നത്. താലിബാൻ വലിയ രീതിയിൽ ഈ പറയുന്ന സോവിയറ്റ് യൂണിയനെതിരെ രംഗത്ത് വരുന്നു, ആക്രമണം നടക്കുന്നു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ 1980-ൽ തകരുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന സൈന്യമൊക്കെ തിരിച്ചു പോയതോടുകൂടി താലിബാൻ ഇവിടെ ഭരണത്തിൽ പിടിമുറുക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി റഷ്യ മാറും അല്ലേ? അതെ, അങ്ങനെയാണ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1989-ൽ റഷ്യ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവിടെ താലിബാൻ ഭരണം തന്നെയാണ് വരുന്നത്. താലിബാൻ ഭരണം പിന്നെ അവസാനിക്കുന്നത് 2001-ൽ ഈ പറയുന്ന പോലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കുന്നതോടുകൂടിയാണ് അമേരിക്ക അവിടേക്ക് യുദ്ധം പ്രഖ്യാപിച്ച് ഭീകരതയ്ക്കെതിരെ വാർ ഓൺ ടെറർ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവർ വീണ്ടും ഭീകരതയ്ക്കെതിരായ യുദ്ധം ആരംഭിക്കുന്നത്. അത് ഏതാണ്ട് 20 വർഷം നീണ്ടുനിന്നു. 2021-ലാണ് അത് അവസാനിക്കുന്നത്. അത് അവസാനിക്കുമ്പോൾ എന്താണ്, ട്രംപ് സർക്കാർ പെട്ടെന്ന് പിൻവലിക്കുകയാണല്ലോ ചെയ്യുന്നത് ഈ സൈന്യത്തിനെ എല്ലാം തന്നെ. അതോടുകൂടി അഫ്ഗാനിലെ താലിബാൻ അവിടെ അധികാരത്തിൽ വരുന്നു. അവർ ഈ പറയുന്ന ആൻറ്റി വുമൺ, അത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കുകയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല, അവർ പുറത്തെടുക്കാൻ പാടില്ല, പർദ്ദയിട്ടല്ലാതെ നടക്കാൻ പാടില്ല, ഭർത്താവോ സഹോദരനോ ഇല്ലാതെ പുറത്തേക്ക് പോകാൻ പാടില്ല, ഇങ്ങനെ വീടുകൾക്ക് ജനൽ പാടില്ല, TV കാണാൻ പാടില്ല, ബ്യൂട്ടി പാർലറുകൾ പാടില്ല, സിനിമാ കൊട്ടകൾ പാടില്ല, നൃത്തം പാടില്ല, സംഗീതം പാടില്ല തുടങ്ങിയ ഒരുപാട് നിയമങ്ങളാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ഭരണകൂടം നിലനിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും ഇല്ല. അവിടെ വിദ്യാഭ്യാസമൊക്കെ നിഷേധിക്കുകയാണ്, പ്രൈമറി വിദ്യാഭ്യാസം മാത്രം കൊടുക്കുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഭരണകൂടം നിലനിൽക്കും, ഒരു മതഭരണകൂടം നിലനിൽക്കുകയാണ്. ഇത് ഇസ്ലാമിക് കിങ്ഡം ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്, ഇസ്ലാമിക് കിങ്ഡം ഓഫ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ അവരുടെ വിദേശകാര്യം അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ആരുമായിട്ടെങ്കിലും സഹകരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ആകപ്പാടെ സഹകരണമുള്ള 3 രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ അഫ്ഗാനിസ്ഥാൻ സഹകരിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. താലിബാനെ ഭീകര പട്ടികയിൽ നിന്ന് നീക്കി അതിന് പിന്നാലെ എന്ത് ചെയ്തു, അവർ ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കുന്നു. അതിന് മുൻപ് ബദൂരിയ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു നദിയുടെ തീരത്ത് ആ മേഖലയിൽ ഖനനം ചെയ്യാനായിട്ട് ചൈന അഫ്ഗാനിസ്ഥാൻ താലിബാനുമായിട്ട് കൈകോർക്കുന്നു. അവിടെ പക്ഷേ ഇവർ ആ രാജ്യത്തെ അംഗീകരിക്കുന്നൊന്നുമില്ല ചൈന. പക്ഷേ ഇവരവിടെ ഖനനമൊക്കെ നടത്തുന്നു, ഒരു കരാർ ഒപ്പിടുന്നത് 2023-ലാണ്. പക്ഷേ ഇന്ത്യയും ഏതാണ്ട് 2024 സമയത്തൊക്കെ ഇവരുമായിട്ട് ഒരു സന്ധി സംഭാഷണം, ഒരു സംഭാഷണം, ഒരു ഡയലോഗിലൊക്കെ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ താലിബാനെയും അവിടുത്തെ ഭരണകൂടത്തെയും രാഷ്ട്രമായി അംഗീകരിച്ചിട്ടൊന്നുമില്ല. അവിടുത്തെ ഒരു നയതന്ത്ര പ്രതിനിധി എന്ന് പറയാവുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിൽക്കുന്ന ഒരാൾ അഫ്ഗാനിസ്ഥാൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇന്ത്യയിലുണ്ട്. അയാൾ അവരുടെ പ്രതിനിധിയായിട്ട് അംഗീകരിച്ചിട്ടുമുണ്ട് ഇന്ത്യ. പക്ഷേ
ഈ പറയുന്ന പൂർണ്ണമായ നയതന്ത്ര ബന്ധമോ ഇല്ലെങ്കിൽ ഒരു രാജ്യാന്തര ബന്ധമോ ഒന്നും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ഇപ്പോഴും പുലർത്തുന്നില്ല. ഈ പരസ്പര ബഹുമാനത്തിലൂടെയും മികച്ച ഇടപെടലിലൂടെയും ഒരു പോസിറ്റീവായ തുടക്കം ആണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ പറഞ്ഞത്. അത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പിന്നീട് സ്ഥിരീകരിച്ചു. അതെ, അങ്ങനെ ഒരു ബന്ധമാണ് അവർ തമ്മിലുണ്ടായിരിക്കുന്നത്. അവരുടെ സഹകരണത്തിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് നമുക്കറിയാം 2024 IS ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസൻ അവിടെ നടത്തിയ ആക്രമണം 140ഓളം പേര് മരിക്കുകയാണ് ഈ റഷ്യയിലുണ്ടായത്. അത്ര വലിയ ഭീകരാക്രമണമാണ് നടത്തിയത്. അപ്പൊ ഈ ISനെ ചെറുക്കാനായിട്ട് താലിബാൻ റഷ്യയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ മറ്റൊരു കാര്യവും കൂടി നമ്മുടെ ഇവിടെ ഓർക്കണം. മുൻപ് അമേരിക്ക ആക്രമിച്ചിട്ട് പോയ അഫ്ഗാനിസ്ഥാനോട് കൈകോർക്കുന്നത് റഷ്യ ആണെന്നുള്ളത് ഇവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒന്ന് ചൈനയാണ്, പിന്നെ ഒന്ന് ഇന്ത്യയാണ്. അല്ലാതെ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ അവരുമായിട്ട് കൈകോർക്കുന്നില്ല. പോരാത്തതിന് പാകിസ്ഥാനുമായിട്ട് ബദ്ധവൈരികളാണ് ഇവർ പാകിസ്ഥാൻ തമ്മിൽ ആക്രമണം ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ വലിയ രീതിയിൽ ഇവർ 100ഓളം പട്ടാളക്കാരെ പാകിസ്ഥാനെ കൊലപ്പെടുത്തുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വൈരമുണ്ടാകാൻ മറ്റു ചില കാരണങ്ങളുമുണ്ട്. കാരണം ഈ പാകിസ്ഥാനിലെ റെഗുലർ സോൾജേഴ്സിനെയാണ് താലിബാൻ രൂപീകരിക്കുന്നത്. അതായത് പാക് താലിബാന്റെ നിയന്ത്രണത്തിൽ, അതായത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പാക് താലിബാനിലേക്ക് ഉണ്ടാക്കാനായിട്ട് പാകിസ്ഥാനിൽ നിന്ന് കുറേ താലിബാനികൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ചെന്നിട്ടാണ് ഈ റഷ്യക്കെതിരായിട്ടൊക്കെയുള്ള യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാനികളെ പോലെ ഉള്ള ഒരു സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഒരു വംശീയ സ്വഭാവമോ ഈ വർഗീയ സ്വഭാവമോ ഒന്നും ഉള്ള ഫണ്ടമെന്റലിസം ആണെങ്കിലും ഈ പറയുന്ന ഇത്രത്തോളം വിഷം വഹിക്കുന്ന ഒരു ജനതയല്ല അഫ്ഗാനിസ്ഥാനിലുള്ളത്. അവർ കുറച്ചുകൂടി നൈർമല്യമുള്ള, കുറച്ചുകൂടി സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ്. അവരുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 40 വയസ്സാണ്. കാരണം ഈ പറയുന്ന 1979 തുടങ്ങിയ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ തുടങ്ങിയ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ആക്രമണങ്ങൾ കാരണം, നിരന്തരമായ യുദ്ധം കാരണം, വെടിവയ്പ്പുകളും ബോംബിടലും ഇതെല്ലാം സ്ഫോടനങ്ങളും എല്ലാം കാരണം അവിടുത്തെ ജനങ്ങളുടെ ശരാശരി ആയുസ് 40 വയസ്സാണ് എന്ന് നാഷണൽ ജിയോഗ്രഫിക് ചാനൽ അവരുടെ ഒരു ഇൻസൈഡ് താലിബാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വരുന്ന അവിടുത്തെ ജനവിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം, നമുക്ക് വികലാംഗർ എത്ര ശതമാനം ഉണ്ടാകും ഒരു രാജ്യത്ത്? വികലാംഗർ വളരെ കുറവായിരിക്കും, അവരുടെ മൈനോറിറ്റിയാണല്ലോ അവർ. പക്ഷേ താലിബാനിലെ സാധാരണ ജനങ്ങളിൽ വലിയൊരു ശതമാനം വികലാംഗരുണ്ട്. കാരണം നിരന്തരമായ യുദ്ധവും ആക്രമണങ്ങളും അവരുടെ ജീവിതത്തിൽ ഏർപ്പിച്ച വലിയ മുറിപ്പാടുകളുണ്ട്. അങ്ങനെ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരുപാട് സിനിമകൾ അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാബൂൾ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ജോൺ അബ്രഹാമൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്, ഒരു ഹിന്ദി സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന കാബൂളിൻ്റെ ഈ പറയുന്ന ഈ അഫ്ഗാനിസ്ഥാൻ്റെ ജീവിതം എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം ബാമിയാൻ പ്രതിമകളിലൂടെ ലോകപ്രസിദ്ധമായിരുന്നു അഫ്ഗാനിസ്ഥാനും കാബൂളും ഒക്കെ. നമ്മൾ ഗാന്ധാരം എന്ന് വിളിക്കുന്ന കാണ്ഡഹാറൊക്കെ ഉള്ളത് അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ ഈ ബാമിയാൻ പ്രതിമകളൊക്കെ തകർത്ത് കളഞ്ഞ ദുഃഖകരമായ വാർത്തകളൊക്കെ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും കണ്ടതാണ്, ലോകം മൊത്തം കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാൻ ഒരു മതത്തിൻ്റെ പിടിയിലായിരിക്കുന്നു, മതഭരണത്തിൻ്റെ കീഴിലായിരിക്കുന്നു. പക്ഷേ അവിടെയും പ്രകാശത്തിൻ്റെ ഒരു നാമ്പുണ്ട് എന്നുള്ളതാണ് നിലവിൽ അഫ്ഗാൻ ഭരണകൂടത്തെ ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ അംഗീകരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. നമുക്കറിയാമല്ലോ സൗദി അറേബ്യ എങ്ങനെ രാജ്യമായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ കഴിയില്ല, ഇങ്ങനെ ഒരുപാട് മതത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന രാജ്യമാണ്. പക്ഷേ അവിടെ ഇപ്പം മാറി മാറി വരുന്നു. അവിടുത്തെ പോലീസ് യൂണിഫോം ഇട്ട പാൻറ്റും ഷർട്ടും ഇട്ട സ്ത്രീകളാണ് അവിടെ പോലീസായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ അതൊരു രാജ്യമായതുകൊണ്ട്, രാഷ്ട്രമായതുകൊണ്ട്, അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്, അന്താരാഷ്ട്രമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു, ലോകത്തിൻ്റെ മൊത്തം വീക്ഷണഗതി മനസ്സിലാക്കുന്നു, മാനവികത മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യമായി മാറുന്ന അഫ്ഗാനിസ്ഥാന് പിന്നീടുള്ള അവരുടെ ഭാവിയെ പറ്റിയിട്ട് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. മറ്റ് രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടാവും. ഈ പറയുന്ന ലോകം മാറുമ്പോൾ ഞങ്ങളും മാറണ്ടേ, ഭരണകൂടം കുറച്ചുകൂടെ ലിബറലാവും, സമ്മർദ്ദങ്ങളുണ്ടാകും, അകത്ത് വിപ്ലവങ്ങളുണ്ടാകും, മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഒരു ഭരണകൂടമായി നിൽക്കുന്ന ഒരു ഭീകര സംഘടനയുടെ നിയന്ത്രണത്തിലല്ലാതെ ഒരു ഭരണകൂടമായിട്ട് ലോകത്തിൻ്റെ മുന്നിലേക്ക് അഫ്ഗാനിസ്ഥാൻ വരുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ റഷ്യ ഇന്ന് എടുത്തിരിക്കുന്ന നിലപാട് ശരിയാണെന്നും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ചൈനയൊക്കെ സമീപഭാവിയിൽ ഈ നിലപാടിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഒരു ഇസ്ലാമിക് ഒരു കിങ്ഡമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ കൂടി ഭാവിയിൽ അതൊരു റിപ്പബ്ലിക്കായിട്ട് മാറി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള, സ്ത്രീകൾക്ക് സമാധാനകരവും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭൂമിയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.